എന്നാൽ യേശുക്രിസ്തു ആരാണെന്ന് നിങ്ങൾ അറിയണം. നമുക്ക് എല്ലാവർക്കും അറിയാം, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന ആ യെരുശലേമിൽ അവൻ കാൽവരി ക്രൂശിൽ മരിച്ചു. അത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് കെട്ടുകഥയല്ല, ഇത് ഹിസ്റ്ററിയാണ്, ഇത് ചരിത്രമാണ്. ഇന്നത്തെ ഡേറ്റ് നിങ്ങൾ നോക്കിയില്ലേ? ഇന്നത്തെ ഡേറ്റ് എത്രയാണ്? ഇന്ന് 2026, ഇന്ന് ഏപ്രിൽ മാസം, ഇന്ന് 24 എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചിട്ട് ഇന്ന് 2000 വർഷവും 2026 വർഷവും ഇന്ന് ഈ 4 മാസവുമായി എന്നാണ് എന്റെ തെളിവ്. അതായത് യേശുക്രിസ്തുവിന്റെ മരണത്തിന് ശേഷമാണ് ഈ കാലം ഇങ്ങനെ വേർതിരിവായിട്ട് വന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഇതൊരു ചരിത്രമാണ്. ലോകം മുഴുവൻ അംഗീകരിച്ച ഒരു കാര്യമാണ് യേശുക്രിസ്തുവിന്റെ മരണം. ആ യേശുക്രിസ്തുവിന്റെ മരണത്തെ പറ്റി ഞങ്ങൾ പ്രസംഗിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ് സകല മനുഷ്യരുടെയും അടിയേറ്റ് തകർക്കപ്പെട്ടവനും സകല മനുഷ്യരുടെയും നിന്നയമേറ്റ് കാൽവരി ക്രൂശിൽ മരിച്ചവനെങ്കിലും അവൻ അടക്കപ്പെട്ടവനെങ്കിലും അവൻ മരണപാശങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് 3-ാം ദിവസം മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് ഇതാ ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരുവാനുള്ള സമയമായിരിക്കുന്നു. ഈ നല്ല വാർത്തയാണ് അറിയിക്കുന്നത്.